അപ്പൊ ആദ്യമായിട്ടല്ല 3 പേരെ കടലിൽ കാണാതെ പോകുന്നു. അദ്ദേഹം 10 വർഷം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കാണാതെ പോയവരുടെ എണ്ണം എത്രയാണെന്നറിയാം? 148. അല്ല, 3 പേരെ കാണാനില്ല. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ 9 ദിവസമായി ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കൂടെ സഹായത്തോടു കൂടി നമ്മൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുക. എവിടെയാണ് 9 ദിവസം ഇതുവരെ തെരച്ചിൽ നടത്തിയത് കേരളത്തിന്റെ ചരിത്രത്തിൽ? എവിടെയാണ്? അതായത് 2 ഡോണിയർ വിമാനങ്ങൾ, ഒരു ഹെലികോപ്റ്റർ, കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ, മറൈൻ ബോട്ട്, ഇപ്പൊ നേവിയുടെ ബോട്ട് വീണ്ടും അവിടെ എത്തിയിരിക്കുകയാണ്. സ്കൂബ ഡൈവിംഗ് സംവിധാനം. ഇവിടെ മാത്രമല്ല, തമിഴ്നാട്ടിലെ കുളച്ചലിലും പോയി കൂടി ആ പരിശോധന നടത്തി. ഒരു കാലത്തും ഇത്രമാത്രം ഒരു ഗവൺമെന്റ് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് കുടുംബത്തിലെ ഒരാളെ നഷ്ടപ്പെട്ടതുപോലെയാണ് ഈ സർക്കാർ അവർക്ക് വേണ്ടി പരിശോധന നടത്തുന്നത്. നമ്മളിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതി കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാനുള്ള പദ്ധതിയിൽ ആദ്യം പറഞ്ഞത് തീരപ്രദേശത്ത് ജീവിക്കുന്ന സാധാരണക്കാരുടെ മക്കൾക്ക് അതിൽ 1/3 സംവരണം കൊടുക്കുന്ന, അവരെ സാമൂഹ്യമായി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം കൂടിയാണത്. സാമൂഹ്യമായി, കാരണം മത്സ്യലഭ്യത കുറയുന്നു, മത്സ്യലഭ്യത കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായിരിക്കുന്നു. ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആദ്യത്തെ ഇരകൾ യഥാർത്ഥത്തിൽ മത്സ്യത്തൊഴിലാളികളാണ്. വലിയ മാറ്റമാണ് അവരുടെ ജീവിതത്തിൽ, അവരുടെ പിന്നോക്കാവസ്ഥ കൂടുകയാണ്. നിങ്ങൾക്കറിയാം, 40 രൂപ മണ്ണെണ്ണയ്ക്ക് ഉണ്ടായിരുന്ന കാലത്താണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭ 25 രൂപ സബ്സിഡി കൊടുത്തത്, 25 രൂപ സബ്സിഡി കൊടുത്തത്. പിന്നീട് അത് 140 വരെയായി ബ്ലാക്കിൽ. അപ്പോഴും ആ 25 രൂപയായിരുന്നു. ഇപ്പോ ഈ ഗവൺമെന്റ് വന്ന ഉടൻ 25 രൂപ 50 രൂപയാക്കി വർദ്ധിപ്പിച്ച് ഇനിയും കൂട്ടും, ഒരു സംശയവും വേണ്ട. മണ്ണെണ്ണ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനുള്ള 75 50 ഉണ്ടായിരുന്നത് 50 പോണ പോക്കിൽ കൊടുത്താണ്. അത് നമ്മൾ 75 ആക്കി, 25 രൂപ കൂടി കൂട്ടി. പോണ പോക്കിലാണ്, അത് നടപ്പാക്കിയില്ല. പോകുമ്പോൾ പറഞ്ഞാണ് 25 50 ആക്കിയെന്ന്. പക്ഷെ അത് ആക്കിയിട്ടൊന്നുണ്ടായില്ല. നമ്മൾ 25 രൂപ 75 50 രൂപ കൂട്ടി, 50 രൂപ കൂടി കൂട്ടി. ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായിരുന്ന 25 75 ആക്കി. ഇനിയും കൂട്ടും. മണ്ണെണ്ണയുടെ ലഭ്യത ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാരുമായി നിരന്തരം ഗവൺമെന്റ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ പല പ്രാവശ്യം നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുപോലെ മത്സ്യത്തൊഴിലാളികളെ വളരെ പ്രയാസപ്പെടുത്തുന്ന ഈ പുനർഗേഹം പദ്ധതി കഴിഞ്ഞ മന്ത്രിസഭാ യോഗം അത് പരിഷ്കരിച്ച് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം അടുത്ത മന്ത്രിസഭാ യോഗമാകുമ്പോഴേക്കും ഫിഷറീസ് മന്ത്രി അത് ഫലപ്രദമായി തയ്യാറാക്കി അത് കൊണ്ടുവരും. നല്ല മാറ്റം പുനർഗേഹം പദ്ധതിക്ക് ഉണ്ടാവും, പുനർഗേഹം പദ്ധതിക്ക്. അതുപോലെ ഈ വിഴിഞ്ഞം തുറമുഖം പോലുള്ള തുറമുഖങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ വികസനത്തിന്റെ ഇരകൾ ഉണ്ടാവും. ആ വികസനത്തിന്റെ ഇരകളെ പൂർണ്ണമായി സംരക്ഷിക്കാനുള്ള നടപടികൾ തീർച്ചയായിട്ടും സ്വീകരിക്കും. അവരെ ഒന്നും വഴിയാധാരമാക്കില്ല ഈ ഗവൺമെന്റ്, ഒരു സംശയവും വേണ്ട. ഇപ്പൊ പറഞ്ഞു, മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി കഴിഞ്ഞാൽ അവരെ കാണാതായാൽ പിന്നെ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെങ്കിൽ 7 വർഷം കാത്തിരിക്കണം എന്നുള്ളൊരു നിയമമുണ്ട്. 7 വർഷം കഴിഞ്ഞാലേ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ഈ സർക്കാർ മാറ്റും, ഒരു സംശയം വേണ്ട. ഇവിടെ വിഴിഞ്ഞത്തൊരാൾ, മുതലപ്പുഴയിൽ ഒരാൾ, നീണ്ടകരയിൽ ഒരാൾ, 3 പേരെ കാണാനില്ല. അല്ല, 3 പേരെ കാണാനില്ല. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ 9 ദിവസമായി ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കൂടെ സഹായത്തോടു കൂടി നമ്മൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുക. എവിടെയാണ് 9 ദിവസം ഇതുവരെ തെരച്ചിൽ നടത്തിയത് കേരളത്തിന്റെ ചരിത്രത്തിൽ? എവിടെയാണ്? അതായത് 2 ഡോണിയർ വിമാനങ്ങൾ, ഒരു ഹെലികോപ്റ്റർ, കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ, മറൈൻ ബോട്ട്, ഇപ്പൊ നേവിയുടെ ബോട്ട് വീണ്ടും അവിടെ എത്തിയിരിക്കുകയാണ്. സ്കൂബ ഡൈവിംഗ് സംവിധാനം. ഇവിടെ മാത്രമല്ല, തമിഴ്നാട്ടിലെ കുളച്ചലിലും പോയി കൂടി ആ പരിശോധന നടത്തി. ഒരു കാലത്തും ഇത്രമാത്രം ഒരു ഗവൺമെന്റ് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് കുടുംബത്തിലെ ഒരാളെ നഷ്ടപ്പെട്ടതുപോലെയാണ് ഈ സർക്കാർ അവർക്ക് വേണ്ടി പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞു, കുറെ ദിവസമായി 3 പേരെ കാണാതായിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് വിമർശിക്കാനുള്ള പൂർണ്ണമായ അധികാരമുണ്ട്, 3 പേരെ. പക്ഷേ ഇത്രയും ആളുകളെ കാണാതെ പോയിട്ട് ഇതുപോലെ തെരച്ചിൽ ഇന്നും തെരച്ചിൽ നടത്താണ്. ഇന്ന് രാവിലെ ഞങ്ങൾ ബന്ധപ്പെട്ടു, ഇന്നും രാവിലെയും ബന്ധപ്പെട്ടു, ഇന്നും രാവിലെയും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യമായിട്ടല്ല 3 പേരെ കടലിൽ കാണാതെ പോകുന്നു. അദ്ദേഹം 10 വർഷം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കാണാതെ പോയവരുടെ എണ്ണം എത്രയാണെന്നറിയാം? 148.
148 കാണാതെ പോയവരുടെ, കടലിൽ കാണാതെ പോയവരുടെ എണ്ണം 148. അപ്പൊ അത് അല്ല, ഞാൻ പറഞ്ഞതാണ് 148 പേര് പോയിട്ടുണ്ടെന്ന്, കാണാതെ പോയിട്ടുണ്ട്. അപ്പൊ കാണാതെ പോയാൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത്രയും പരമാവധി ദിവസം അവർക്ക് അന്വേഷിക്കും. ഇത്രയും ഒരു സംവിധാനം വെച്ച് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും കടലിൽ കാണാതെ പോയ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തിയിട്ടില്ല. അതുപോലെ തെരച്ചിൽ നടത്തിയാണ്. പരമാവധി ശ്രമിക്കുക. അവരെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് കാണുന്നത്. ആ കുടുംബത്തിന്റെ സങ്കടം ഈ ഗവൺമെന്റ് കാണാതെ പോവില്ല. തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ബഹുമുഖങ്ങളായ പദ്ധതികൾ പ്രഖ്യാപിക്കും.